ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് മുരിങ്ങാക്കോൽ വെച്ചിട്ട് എങ്ങനെ ഒരു ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങാക്കോൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നീളത്തിൽ പല സൈസ് ഞാൻ ഇതുപോലെ തന്നെ നീളം കുറച്ചും കൂട്ടിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോളം വരുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള നല്ല കഴുകി വൃത്തിയാക്കി 4ആയിട്ട് ഇതുപോലെ തന്നെ നടുവേ ഭാഗിച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 4 പീസായിട്ട് ഒരു സവാള, മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തക്കാളി, ഞാനിവിടെ തക്കാളി 2ആയിട്ട് കീറിങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയാണ്, അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു കടിക്കാനൊരു വെജിറ്റബിൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ചേർത്താൽ മതിയാകും. അപ്പോൾ ക്യാരറ്റിന് പകരം ബീൻസ് ആണെങ്കിൽ അത് ചേർക്കാം, ഗ്രീൻ പീസ്, ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് ക്യാപ്സിക്കം, അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാൻ ആഡ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഏതായാലും ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ അത് ഒരു കാര്യം മാത്രം, നമ്മൾ ഈ ക്യാരറ്റ് മാത്രം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അത് കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇത്രയും 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ നമുക്ക് വേവിക്കാം. കാരണം മുരിങ്ങാക്കോലിന് അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു വിസിൽ തന്നെ വേവിക്കാൻ മതിയാകും. അങ്ങനെ ഞാനിതെല്ലാം കുക്കറിലോട്ട് ഇടുവാണ്. വളരെ ഹെൽത്തിയാണ്. ഇപ്പം എല്ലായിടത്തും മഴക്കാലമൊക്കെ, കാലവർഷം ഇച്ചിരി നേരത്തെ ആയതുകൊണ്ടിട്ടും വളരെ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തണുപ്പിലൊക്കെ നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുടിക്കാൻ എല്ലാവർക്കും ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. നമ്മൾ കഴിവതും മഴക്കാലത്തൊക്കെ ഇങ്ങനെ ചൂടോടുകൂടെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ആഡ് ചെയ്യുക. കാരണം നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെള്ളം ഓരോരുത്തർക്കുണ്ട്, ഒത്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഞാനിവിടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഉപ്പും ഇട്ട് നമ്മൾ വേവിക്കുക. എന്നാൽ മാത്രം എല്ലാം പെട്ടെന്ന് മുരിങ്ങാക്കോലോട്ട് ഉപ്പ് വേഗം നമ്മൾ പിടിക്കും. അതുകൊണ്ടിട്ടാണ് ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്ത് നമുക്കിനി വേവിക്കാൻ വയ്ക്കാം ഒരു വിസിലിൽ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാനിത് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലോട്ട്, സെപ്പറേറ്റ് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുവാണ്, വെള്ളമൊക്കെ വാലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, മുരിങ്ങാക്കോലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ തൊലി നമുക്ക് ആവശ്യമില്ല. പുറമേ കാണുന്ന ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു തൊലി നമുക്ക് ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ പൾപ്പ് നമുക്ക് എടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ മാറ്റുവാണ്. നമ്മുടെ വെന്ത കുക്കറിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിലോട്ടെല്ലാം മാറ്റുവാണ്. സവാളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇച്ചിരി ഉടഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഇത് നമുക്ക് എല്ലാം ഓരോന്നായിട്ട് മാറ്റാം. ഇത് കണ്ടില്ലേ, ഞാൻ വേവിച്ച മുരിങ്ങാക്കോല് സെപ്പറേറ്റ് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ തൊലി ഭാഗം കണ്ടില്ലേ, തോട് ഇതേപോലെ തന്നെ പൊളന്നിട്ട് ഞാൻ അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് മാറ്റി ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങാക്കോലിൻ്റെ കായും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നമുക്ക് ഈ പൾപ്പും ഈ കായുമാണ് നമുക്ക് ആവശ്യം. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇത് മുരിങ്ങാക്കോലിൻ്റെ തോടാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു പൾപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ച് നാരൊക്കെയോ നമുക്കിങ്ങനെ കിട്ടും. അത് സാരമില്ല, നമ്മൾ അത് കുഴപ്പമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുവാണ്. അതോടൊപ്പം തന്നെ ആ പൾപ്പിൻ്റെ ഒപ്പം കൂടെ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇതിനകത്തോട്ട് ഒന്നിച്ച് ആഡ് ചെയ്യാം. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിന്നൊക്കെ ഉള്ള വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടും. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, കായ മാത്രം ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ ഇടുന്നില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
അങ്ങനെ ഇത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി നമുക്ക് ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചതച്ചതോ നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇടാം. അങ്ങനെ ഇവിടെ പാൻ ചൂടാക്കി ഞാൻ ഇതേപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ നെയ്യിലിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അങ്ങനെ ഇവിടെ അരച്ച് വെച്ച ഒരു മിശ്രിതം ഞാൻ ഈ പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഇതിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ അരച്ച് വെച്ച മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചു. ഇത് കണ്ടതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കൂടി ഇതിനകത്തോട്ട് ഇളകി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്തത് നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് വെള്ളമല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വേവിക്കാൻ വെച്ചപ്പോൾ നമ്മളൊരു വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കളയാണ്ട് തന്നെ ആ വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അങ്ങനെ വെന്ത വെള്ളമെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി തീ കൂട്ടിയിടാം. ഇവിടെ ഞാൻ തീയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സിമ്മിലോട്ട് ഇടാം. അന്നേച്ചും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇച്ചിരി ഒരു കുടം ഞാൻ ക്യാരറ്റ് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം ഞാനതൊരു ഒരു അര കപ്പോളം ക്യാരറ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അര കപ്പിന് ഒരു കപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ക്യാരറ്റോ അതുപോലെ തന്നെ ബീൻസോ അങ്ങനെ ക്യാപ്സിക്കോ അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ക്യാരറ്റാണ്, അതുകൊണ്ട് ഞാനിവിടെ ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്കതൊന്ന് സൂപ്പിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ, അതുകൊണ്ടിട്ടാണ് ഒരു സ്വാദുമല്ലേ അത്, അതുകൊണ്ടിട്ടാണ് ഞാനതങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് എല്ലാം നല്ലപോലെ ഈ അരപ്പിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് വേവ് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനത് നമ്മൾ അടിക്കാത്തത്. അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ. ഈ സമയത്ത് കുരുമുളക് നമുക്ക് 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണ് നമുക്ക് ഇടാവുന്നതാണ്. അത് ഓരോരുത്തർക്കും അവർ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചിലർക്ക് ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടിയുടെ സ്വാദ് മുന്നിലോട്ട് നിൽക്കണമായിരിക്കും, ചിലവർക്ക് കുറച്ച് മതിയായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ പൊടികളൊക്കെ ചേർക്കുക. കുരുമുളക് പൊടി മാത്രം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. കാരണം നേരത്തെ വേവിക്കാൻ വെച്ചപ്പോൾ ഉള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, പിന്നീട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ വേറൊരു കാര്യം കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതും ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. ചിലർക്ക് മുട്ട ഈ മുരിങ്ങാക്കോല് സൂപ്പൊക്കെ കുടിക്കുമ്പോൾ ഈ മുട്ട ആഡ് ചെയ്യണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് അവോയ്ഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കണം. ഇത് സാധാരണ മുരിങ്ങാക്കോല് നമ്മൾ കറി വെച്ചാലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അവർക്ക് ഇതൊക്കെ സൂപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഒരു പ്രത്യേക സ്വാദിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അത് വേറൊരു ഇതിലോട്ട് പോകും. അതുകൊണ്ടിട്ടാണ് അത് കട്ടയായിട്ട് വരും, നമുക്കത് വിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടിട്ടാണ്. അപ്പം ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിവിടെ മുട്ടയുടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊന്ന് വേവാൻ വെക്കണം. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും മുട്ട. അതെല്ലാവർക്കും അറിയാമല്ലോ, സൂപ്പ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് അതറിയാം.
എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ ഇതിനകത്തോട്ട് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുരിങ്ങാക്കോലിൻ്റെ നമ്മൾ മാറ്റി വെച്ചൊരു കായുണ്ട്. ആ കായ പൾപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ച മുരിങ്ങയുടെ കായ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ആ കായൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്യുവാണ്. അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം അത് ആഡ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ അത് ശരിയാവത്തില്ല. കായോട് കൂടി കടിച്ച് തിന്നുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. ഓൾറെഡി നമ്മൾ വേവിച്ചതല്ലേ മുരിങ്ങാക്കോൽ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇട്ട് നമ്മളത് വേവിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രം സ്റ്റിക്ക് എഗ്ഗ് റെസിപ്പി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത് ചൂടോടുകൂടെ തന്നെ വേണം നമ്മൾ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.